നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉൾപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. തുടർന്ന് മുകേഷിനെ ഒഴിവാക്കുകയായിരുന്നു. CPIMന്റെ നിർദ്ദേശപ്രകാരമാണ് പീഡനക്കേസിൽ പ്രതിയായ മുകേഷിനെ സമിതിയിൽ നിന്ന് മാറ്റിയത്. മുകേഷ് ഒഴികെയുള്ള 10 പേരാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഷാജി എൻ കരുൺ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, മഞ്ജു വാര്യർ, B ഉണ്ണികൃഷ്ണൻ, പത്മപ്രിയ, രാജീവ് രവി, നിഖില വിമൽ, സന്തോഷ് കുരുവിള, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C ജോയ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി B ഉണ്ണികൃഷ്ണനും പത്മപ്രിയയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് വിവരം. സിനിമാ രംഗത്തെ വിവിധ മേഖലകളിലെ ആളുകളുമായി സംസാരിച്ച് കൂടിക്കാഴ്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ച് ഒരു നയം രൂപീകരിക്കുക ലക്ഷ്യം. അതിന്റെ പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവരുടെ പ്രതിനിധികളുമായാണ് ഈ യോഗം ചേരുന്നത്. വരും ദിവസങ്ങളിൽ ഫെഫ്ക ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളുമായുള്ള കൂടിക്കാഴ്ചകളും നടക്കും. അമ്മയ്ക്ക് നിലവിൽ ഭാരവാഹികൾ ഇല്ലാത്തതിനാൽ സംഘടനാ പ്രതിനിധികളുമായുള്ള യോഗം ഉടനെ ഉണ്ടാകില്ല. പുതിയ ഭാരവാഹികൾ നിലവിൽ വന്ന ശേഷമായിരിക്കും ചർച്ച നടത്തുക. സിനിമാ കോൺക്ലേവിന് മുൻപായി ഒരു കരട് തയ്യാറാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വിവിധ സംഘടനകളുമായി ചർച്ച നടത്തി കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് സിനിമാ കോൺക്ലേവിൽ അവതരിപ്പിക്കും. അവിടെ ഉയരുന്ന ചർച്ചകളുടെയും അഭിപ്രായങ്ങളുടെയും വിശദമായ ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പരിഗണനയിലേക്ക് വയ്ക്കും. അവരുടെ കൂടെ അഭിപ്രായത്തെ തുടർന്നായിരിക്കും ഒരു സിനിമാ നയം സർക്കാർ രൂപീകരിക്കുക. കോൺക്ലേവ് നീണ്ടുപോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമായിട്ടില്ല. നയരൂപീകരണ സമിതി വിവിധ സംഘടനകളുമായി നടത്തുന്ന ചർച്ചകളുടെയും കൂടിക്കാഴ്ചകളുടെയും പശ്ചാത്തലത്തിലായിരിക്കും കോൺക്ലേവിന്റെ തീയതി സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനമുണ്ടാകുക എന്നാണ് സൂചന. 2023 ഓഗസ്റ്റിൽ നയരൂപീകരണ സമിതി രൂപീകരിച്ചെങ്കിലും ഇതുവരെ ചർച്ചയിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയരൂപീകരണത്തിന്റെയും ആവശ്യകതയുടെയും പശ്ചാത്തലത്തിലായിരുന്നു ഷാജി എൻ കരുൺ അധ്യക്ഷനായ സിനിമാ നയരൂപീകരണ സമിതി രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.